+1 മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിലെ ആദ്യത്തെ എക്സസൈസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് ടു ദി റേഡിയൻ മെഷർ 11/6. നമ്മൾ ആ ചാപ്റ്ററിൽ കണ്ടു കഴിഞ്ഞതാണ് ഒരു ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാനും അതുപോലെ റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാനും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് ടു ദി റേഡിയൻ മെഷർ 11/16. അപ്പോൾ 11/16 എന്ന് പറയുന്ന റേഡിയൻ മെഷറിനെ നമുക്ക് ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് 11/6 ബൈ 180/π. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 11/16 നമ്മൾ 180/π കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും. Therefore it is equal to 11/16 into 180 divided by π equal to 22/7. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 22/7 ആണ്. 22/7 that is equal to 11/16 into 180 into multiply by the reciprocal 7/22. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 22 2 times, then 2 in 180 90, again dividing by 2 8 and 45. Therefore 45 into 7 is 315 divided by 8. ഇനി ഈ ഒരു ഫ്രാക്ഷനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് അതിന് കറക്റ്റായിട്ടുള്ള ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. 315 ഡിവൈഡഡ് ബൈ 8 നമുക്ക് ഡെസിമലാക്കി ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് 39.375 എന്നാണ്. ഇനി ഈ 39 ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഡെസിമലായിട്ട് അവിടെ 0.375. ദെൻ യു മൾട്ടിപ്ലൈ 0.375/60. പോയിൻ്റ് വർക്കിംഗ് കോളത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 0.375 60 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 60 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 22.5 എന്നാണ്. അപ്പോൾ ഇവിടെ ആൻസറിലേക്ക് വരുമ്പോൾ 39 ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ 22 മിനിറ്റ്സ് എടുക്കാം. എഗെയിൻ ഈ ഡെസിമൽ പോയിൻ്റ് ഒന്ന് നോക്കുക. ഡെസിമൽ പാർട്ടിനെ വീണ്ടും 60 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0.5 നമ്മൾ 60 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവിടെ നമുക്ക് കിട്ടുന്നത് 30 ആണ്. ഈ 30 എന്നുള്ളത് സെക്കൻഡ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 22 മിനിറ്റ് ആൻഡ് 30 സെക്കൻഡ്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. 39 ഡിഗ്രി 22 മിനിറ്റ്സ് ആൻഡ് 30 സെക്കൻഡ്സ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡിവിസിബിൾ അല്ലെങ്കിൽ ഡെസിമൽ പാർട്ടിനെ 60 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് മിനിറ്റ്സ് കിട്ടുക. വീണ്ടും ഡെസിമൽ പാർട്ട് വരുവാണെങ്കിൽ അതിനെ വീണ്ടും 60 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ മിനിറ്റും സെക്കൻഡ്സും നമുക്ക് കിട്ടും. ഇത് സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ എൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്: 39 ഡിഗ്രി 22 മിനിറ്റ്സ് 30 സെക്കൻഡ്സ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി റേഡിയൻ മെഷർ കറസ്പോണ്ടിങ് ടു ദി ഡിഗ്രി മെഷർ -47 ഡിഗ്രി 30 മിനിറ്റ്. ഈ -47 ഡിഗ്രി 30 മിനിറ്റിനെ നമ്മൾ കംപ്ലീറ്റ് ഒരു ഡിഗ്രി മെഷറിലേക്ക് ഡിഗ്രി മാത്രമുള്ള രീതിയിലേക്കൊന്ന് കൊണ്ടുവരുന്നു. അതായത് മിനിറ്റ്സിനെ മാറ്റിയിട്ട്. അപ്പോൾ 30 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 30/60 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഡിഗ്രി. അപ്പോൾ ഇതിനെ നമുക്ക് -47 ഡിഗ്രി 30 മിനിറ്റ്സിനെ നമുക്ക് -47.5 ഡിഗ്രി ആയിട്ട് എടുക്കാം. വീണ്ടും ഇതിനെ ഒന്ന് ഫ്രാക്ഷണൽ ഫോമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നെഗറ്റീവ് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ -95/2 എന്ന് കിട്ടും. 47 × 2 + 1 ഇതിപ്പോൾ -95/2. -95/2 നമ്മൾ വീണ്ടും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. π/180 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ വേണ്ടി. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 95 നമുക്ക് 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. 180യെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 180യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 36 ആണ്.
that is equal to minus 19 pi by 2 into 36 is 72. Therefore, the radian measure is minus 19 pi by 72. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. A wheel makes 360 revolutions in 1 minute. Through how many radians does it turn in 1 second? ഒരു മിനിറ്റിൽ 360 റെവല്യൂഷൻസ്. നമുക്കറിയാം 1 റെവല്യൂഷന് ആംഗിൾ ടേൺഡ് ഇൻ റേഡിയൻ ഈസ് 2 പൈ റേഡിയനാണ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷന് നമുക്ക് കിട്ടുന്ന ആംഗിൾ മെഷർമെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു മിനിറ്റിൽ 360 റെവല്യൂഷൻ ഉണ്ട്. ദെർഫോർ ഇൻ 1 മിനിറ്റ് ദി ആംഗിൾ ടേൺഡ് in 1 minute ഈക്വൽ ടു, അതായത് 1 മിനിറ്റിൽ 360 റെവല്യൂഷനാണ്. ഒരു റെവല്യൂഷന് 2 പൈ റേഡിയനാണ്. അപ്പം 360 ഇൻറ്റു 2 പൈ, 360 ഇൻറ്റു 2 പൈ റേഡിയൻ മെഷറാണ് 360 റെവല്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്രയുണ്ടാവും നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? മിനിറ്റിനെ സെക്കൻഡിലേക്ക് ആക്കാൻ നമുക്കറിയാം 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 60 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻ 1 മിനിറ്റ് ഇറ്റ് ഈസ് 360 ഇൻറ്റു 2 പൈ. ദെർഫോർ ഇൻ 1 സെക്കൻഡ് ആംഗിൾ ടേൺഡ് ഇൻ 1 സെക്കൻഡ് ഈക്വൽ ടു 360 ഇൻറ്റു 2 പൈ ഡിവൈഡഡ് ബൈ 60. അപ്പോൾ 60 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 6 ടൈംസ് വരും. 6 ഇൻറ്റു 2 പൈ എത്രയാണ്? 12 പൈ റേഡിയൻസ് ആണ് ഒരു സെക്കൻഡിൽ ടേൺ ചെയ്യുന്നത്. റേഡിയൻ മെഷർ തന്നെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ റേഡിയൻ മെഷർ തന്നെ കണ്ടുപിടിക്കണം. 12 പൈ റേഡിയനാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് ദി ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ ബൈ എൻ ആർക്ക് ഓഫ് ലെങ്ത്ത് 22 സെൻറ്റിമീറ്റർ. ഇവിടെ ആർക്ക് ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ആർക്ക് ലെങ്ത്ത് മീൻസ് L എടുക്കാം. L ഈക്വൽ ടു 22 സെൻറ്റിമീറ്റർ. റേഡിയസ് 100 ആണ്. അപ്പോൾ R ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. നമുക്ക് എന്ത് കാണണം? ഡിഗ്രി മെഷർ ഓഫ് ദി ആംഗിൾ ആണ്, തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തീറ്റ ഈക്വൽ ടു L ബൈ R, ദാറ്റ് ഈസ് ഈക്വൽ ടു 22/100. നമുക്ക് കിട്ടുന്ന ഈ 22/100 എന്നുള്ള വാല്യൂ അത് റേഡിയൻ മെഷറിലായിരിക്കും. കാരണം ഈ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് റേഡിയൻ മെഷറിന് മാത്രമാണ്. അപ്പോൾ റേഡിയൻ മെഷറിൽ മാത്രമേ ഈ ഒരു ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 22/100 അപ്പോൾ റേഡിയൻ മെഷറിലാണ്. ഇനി ഇതിനെ എന്ത് ചെയ്യണം? നമുക്ക് ഡിഗ്രി മെഷറിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്കതിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, സിംപ്ലിഫൈ ചെയ്യാം. ഇതിൽ പൈക്ക് വാല്യൂ കൊടുക്കാം. 22/10 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 22/7, ദാറ്റ് ഈസ് ഈക്വൽ ടു 22 and 22 ഗെറ്റ് ക്യാൻസൽഡ്. 7/22 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 10 ആണ്. അപ്പോൾ ഇവിടെ 12 പോയിൻറ്റ് നമുക്ക് അതിനെ ഡെസിമലാക്കി മാറ്റുക. ഡെസിമൽ പാർട്ടിനെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ആൻസർ 12 ഡിഗ്രി 36 മിനിറ്റ്സ്. അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 40 സെൻറ്റിമീറ്റർ, ദി ലെങ്ത് ഓഫ് എ കോഡ് ഈസ് 20 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് മൈനർ ആർക്ക് ഓഫ് ദി കോഡ്. നമ്മൾ ലെങ്ത് ഓഫ് ദി കോഡ് 20 സെൻറ്റിമീറ്റർ, AB ആണ് ഇവിടെ കോഡ് വരച്ചിട്ടുള്ളത്. അതിൽ ഡയമീറ്റർ എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 20. അപ്പോൾ റേഡിയസ് 20 ആണ്. OB റേഡിയസ് ആണ്. വീണ്ടും OAയും റേഡിയസ് ആണ്. അപ്പോൾ OAയും OB റേഡിയസ് ആണ്. ഈ ട്രയാങ്കിളിനെ പറ്റി നമുക്ക് എന്ത് പറയാം? 3 സൈഡ്സും ലെങ്ത് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്കറിയാം 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓരോ ആംഗിളും 60 ഡിഗ്രി വീതം ഉണ്ടാകും. അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്രയാണ് വരിക? 60 ഡിഗ്രി. അപ്പോൾ സെൻട്രലിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്?
ഫൈൻഡ് ദി ലെങ്ത് ഓഫ് മൈനർ ആർക്ക് ഓഫ് ദി കോഡ്. അതായത് എ ബി എന്ന് പറയുന്ന മൈനർ ആർക്ക്. ഈ ചെറിയ ആർക്കിനെയാണ് നമ്മൾ മൈനർ ആർക്ക് എന്ന് പറയുന്നത്. ഇതാണ് മേജർ ആർക്ക്. അപ്പോൾ ഈ മൈനർ ആർക്കിൻ്റെ ലെങ്ത്താണ് നമുക്ക് കിട്ടേണ്ടത്. സെൻട്രൽ ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ കിട്ടുന്നത് തീറ്റയെ നമുക്ക് എന്തായിട്ട് എടുക്കാം? 60 ഡിഗ്രി ആയിട്ട് എടുക്കാം. ദർഫോർ തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിനെ റേഡിയൻ മെഷറിൽ നമുക്ക് എങ്ങനെ മാറ്റാം? π/3 ഇതാണ് റേഡിയൻ മെഷർ വരിക 60 ഡിഗ്രിയുടെ. അപ്പോൾ റേഡിയൻ മെഷർ π/3 ആണ്. അതുപോലെ ആർക്ക് ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർക്ക് ലെങ്ത് ആണ്, L ആണ്. L ഈസ് ഈക്വൽ ടു ആർ തീറ്റ. ദർഫോർ റേഡിയസ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു π/3. നമുക്ക് വേണമെങ്കിൽ 20 ഇൻറ്റു π/3നെ 20 π/3 എന്ന് വേണം വെക്കാം. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പൈക്ക് വാല്യൂ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. 20 ഇൻറ്റു 22/7/3 ദഫോ ഇൻറ്റു 1/3 സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 20.95 ആണ്. ഇത് ആർക്ക് ലെങ്ത് ആയതുകൊണ്ട് ഇതിനെ മാറ്റേണ്ട, 20.95 നമുക്ക് എഴുതിയാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഇൻ 2 circles arcs of the same length subtend angles 60 degree and 75 degree at the center, find the ratio of their radii. ഇവിടെ നമുക്ക് ആർക്ക് ലെങ്ത് സെയിം ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ആർക്സ് ഓഫ് ദി സെയിം ലെങ്ത്. നമുക്ക് 2 ആർക്ക് ഉണ്ട്. ഇവിടെ L1ഉം L2 ആണ്. ദഫോ L1 ഈസ് ഈക്വൽ ടു, ഒന്നാമത്തെ ആർക്കിനെ നമുക്ക് L1 എന്ന് എടുക്കാം, രണ്ടാമത്തെ ആർക്കിനെ L2 എന്ന് വിളിക്കാം. ഇത് രണ്ടും ഈക്വലാണ്. ഇനി അതിൽ ആംഗിൾസ് ഉണ്ട്. θ1 ആൻഡ് θ2 എന്ന് എടുക്കാം. ഒന്നാമത്തെ ആംഗിൾ θ1 ആണ്, 60 ഡിഗ്രിയാണ്. അതിനെ നമുക്ക് π/3 റേഡിയൻ മെഷറിൽ π/3. രണ്ടാമത്തെ ആംഗിൾ θ2 75 ഡിഗ്രിയാണ്. 75 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് അതിനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റുവാണെങ്കിൽ 75 ഡിഗ്രീനെ 5π/12 എന്ന് എഴുതാം റേഡിയൻ മെഷറിലേക്ക് മാറ്റുമ്പോൾ. അതായത് 180/π/180 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5π/12 എന്ന് കിട്ടും. അതായത് θ2 5π/12 എന്ന് കിട്ടും. θ1 60 ഡിഗ്രി ആകുമ്പോൾ π/3 റേഡിയൻ. കാരണം ഈ ഫോർമുല നമുക്ക് L ഈക്വൽ ടു ആർ തീറ്റ എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ തീറ്റ ഏതിൽ വരണം? റേഡിയൻ മെഷറിൽ വരണം. അപ്പോൾ L1 ഈക്വൽ ടു L2 ആണ്. L1നെ നമുക്ക് R1 θ1 എന്ന് എഴുതാം. L2നെ R2 θ2 എന്ന് എഴുതാം. 2 ആർക്കിൻ്റെയും ലെങ്ത്ത് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ആർക്സ് ഓഫ് ദി സെയിം ലെങ്ത്ത്. ദഫോ L1 ഈക്വൽ ടു R1 θ1, L2 ഈക്വൽ ടു R2 θ2, R1 θ1 ഈക്വൽ ടു R2 θ2. ഇനി θ1 R1/R2 ഇവിടെ എഴുതാം. R1/R2 ഈക്വൽ ടു θ2/θ1. that is equal to π/3 divided by π/3 അല്ല, θ2 അല്ലേ ന്യൂമറേറ്ററിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് വാല്യൂ കൊടുക്കേണ്ട ന്യൂമറേറ്ററിൽ? 5π/12 ന്യൂമറേറ്ററിൽ കൊടുക്കുക. 5π/12 ഡിവൈഡഡ് ബൈ π/3 എന്ന് കൊടുക്കുക. എ പൈ ഗെറ്റ് ക്യാൻസൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/12 ഇൻറ്റു ഡിവൈഡ് ബൈ 1/3 ആകുമ്പോൾ ഇൻറ്റു റെസിപ്രോക്കൽ 3/1. സിംപ്ലിഫൈ ചെയ്താൽ നമുക്കിവിടെ 3 12ൽ കട്ട് ചെയ്യാം, 4 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4. അതായത് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് R1/R2 ഈക്വൽ ടു 5/4 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ദർഫോർ R1 ഈസ് ടു R2 എങ്ങനെ എഴുതാം? R1 ഈസ് ടു R2 ഈക്വൽ ടു 5:4. അപ്പോൾ റേഷ്യോ എന്താണ്? 5:4 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ആംഗിൾ ഇൻ റേഡിയൻ. ഫൈൻഡ് ദി ആംഗിൾ ഇൻ റേഡിയൻ ത്രൂ വിച്ച് എ പെൻഡുലം സ്വിങ്സ് ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് 75 സെൻറ്റിമീറ്റർ ആൻഡ് ദി ടിപ്പ് ഡിസ്ക്രൈബ്സ് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 10 സെൻറ്റിമീറ്റർ. ഒരു പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് 75 എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സർക്കുലർ ഷേപ്പിൻ്റെ ആർക്ക് 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തതും മൂന്നാമത്തതും നിങ്ങൾ ഹോംവർക്കായി ചെയ്താൽ മതി. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൽ ആർക്ക് ലെങ്ത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ L ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ നമുക്ക് എടുക്കാം. L ഈക്വൽ ടു
10 സെൻറ്റിമീറ്റർ എടുക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ ഇവിടെ 75 സെൻറ്റിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് 75 സെൻറ്റിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? 75 സെൻറ്റിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് പെൻഡുലത്തിൻ്റെ ലെങ്ത് ആണ്, അതായത് റേഡിയസ് ആയിരിക്കും. അപ്പോൾ റേഡിയസിന് നമുക്ക് r = 75 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. ഇനി തീറ്റ = നമുക്ക് റേഡിയൻ മെഷറിൽ ആംഗിളാണ് വേണ്ടത്. തീറ്റ = L/r, ദാറ്റ് ഈസ് ഈക്വൽ ടു 10/75. സിംപ്ലിഫൈ ചെയ്താൽ 5 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 2/15 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 2/15 റേഡിയൻ ആയിരിക്കും ആൻസർ വരിക. ഇതേപോലെ നിങ്ങൾക്ക് രണ്ടാമത്തതും മൂന്നാമത്തതും ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് നോക്കുക. സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ആർക്ക് ലെങ്ത് മാത്രമേ മാറ്റമുള്ളൂ. അപ്പോൾ 2ഉം 3ഉം ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. നന്നായിട്ട് എഴുതി പഠിക്കുക. അതുപോലെ ഫോർമുലയും ഓരോന്നും കൺവേർഷൻ്റെ സമയത്തും ഉപയോഗിക്കേണ്ട ഫോർമുല നന്നായിട്ട് ഓർത്ത് വെച്ച് എഴുതി പഠിക്കുക എല്ലാവരും.